Hello everyone, welcome back to Spanish with Lali. Let's get started today's class. Okay. Today, I'm going to teach you verb vivir, to live. Vivir എന്ന് പറഞ്ഞാൽ ഒരു ബേസ് വെർബാണ്, ഇൻഫിനിറ്റീവ് വെർബ് എന്ന് പറയും. സ്പാനിഷിൽ എല്ലാ സെൻറ്റൻസും മേക്ക് ചെയ്യുന്നത് ഇൻഫിനിറ്റീവ് വെർബിൽ നിന്നാണ്. അപ്പോൾ വിവിർ എന്ന ഇൻഫിനിറ്റീവ് വെർബ്, ടു ലീവ് എന്ന ഇൻഫിനിറ്റീവ് വെർബ് എങ്ങനെയാണ് സബ്ജക്റ്റ് പ്രോനൗണുമായിട്ട് ഹുക്ക് ചെയ്യുമ്പോൾ സെൻറ്റൻസ് ഉണ്ടാകുന്നത് എന്നാണ് ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. പ്രസൻറ്റ് ടെൻസ് ആണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഫോക്കസ് ഓൺലി പ്രസൻറ്റ് ടെൻസ്, ടു ലീവ്. അപ്പോൾ അതിന് മുകളിൽ രണ്ട് വെർബും കൂടെ ഞാൻ ആഡ് ചെയ്യേണ്ട. അബ്ല കൊമേർ, അബ്ല ടു സ്പീക്ക്, കൊമേർ ടു ഈറ്റ്. ഈ രണ്ട് വെർബ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ IR എൻഡ് ചെയ്യുന്ന ബിബിയറാണ് ഫോക്കസ് ചെയ്തത്. നോക്കാം. പ്രസന്റ് ടെൻസ്. അപ്പോൾ ടു ലീവ്, ഐ ലീവ് പ്രസന്റ് ടെൻസ് ആണ്. ഐ ലീവ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. എങ്ങനെയാണ് അത് സ്പാനിഷിലേക്ക് നമ്മൾ മെർജ് ചെയ്യുന്നത് നോക്കാം. ബിബിയറിൽ നിന്ന് ഐ, ജോ, യോ, യോ എന്നും പറയാം, ജോ എന്നും പറയാം. നിങ്ങൾ ഇഷ്ടമുള്ളത് പറയാം. വൈ ഓ, ജോ, ഐ. സബ്ജക്റ്റ് പ്രൊനൗൺ ഐ ആണ്, ഞാനാണ്. അപ്പോൾ ഐ ലിവ്. അപ്പോൾ ബിബിയർ ഇവിടെ VIVR എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും നമ്മളത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലെ ബോയിയുടെ ബിയിലാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ബിബിയർ എന്നാണ് പറയുന്നത്. പക്ഷേ എഴുതുമ്പോൾ വി ആണ് എഴുതുന്നത്. അതുകൂടെ ഒന്ന് കീപ്പ് ഇൻ യുവർ മൈൻഡ്. അപ്പോൾ ജോ ബീബോ, ജോ ബീബോ. ബിബിയറിൽ നിന്നാണ് ഈ ബീബോ മാറിയത്. ജോ ബീബോ എന്ന് പറഞ്ഞാൽ ഐ ലീവ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ പറയണം ഐ ലീവ് ഇൻ എ ഹൗസ്. എങ്ങനെ പറയും? ഐ ലീവ് ബീബോ എൻ പൂന കസ. എന്ന് പറഞ്ഞാൽ ഇന്നാണ് ഇംഗ്ലീഷിൽ, ഇൻ. പൂന എന്ന് പറഞ്ഞാൽ ഒരു, കസ വീട്. ഇപ്പം ഞാനൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഐ ലീവ്. പ്രസന്റ് ടെൻസിൽ പറയണം ഐ ലീവ്. ജസ്റ്റ് അവിടെ നിങ്ങൾക്ക് ജോ ആഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. സബ്ജക്റ്റ് പ്രൊനൗൺ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം വിവോ എപ്പോഴും സ്റ്റാൻഡ് ചെയ്യുന്നത് ഐയോട് കൂടെ മാത്രമേ ഉള്ളൂ. അത് അണ്ടർസ്റ്റാൻഡ് ആണ്. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ജോ മാറ്റിക്കളയാം. ഇഫ് യു വാണ്ട് ടു സേ ജോ, യു ക്യാൻ. ഓക്കെ. വിവോ എൻ ഊന കസ. എന്തുകൊണ്ടാണ് ഊന വന്നത്? ബിക്കോസ് കസ ഒരു ഫെമിനീനാണ്. ലാസ്റ്റിൽ എ വരുന്ന മിക്കവാറും നൗൺസ് ഫെമിനിൻ ആയിരിക്കും. എല്ലാം ഇല്ല, മിക്കവാറും. അപ്പോൾ ഇവിടെ കാസ ഒരു ഫെമിനിൻ ആയതുകൊണ്ട് നമ്മൾ ഊന കാസ എന്നാണ് പറഞ്ഞത്. അൽദയ എന്നാണ് പറയാം, വില്ലേജ്. ഊന ബീബോ എൻ ഊന അൽദയ. ഞാനൊരു വില്ലേജിലാണ് താമസിക്കുന്നത്. പീസോ എന്ന് പറയാം. പീസോ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ്. ഞാനൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഊന വരില്ല. പീസോ എന്ന് പറഞ്ഞാൽ ഉൻ പീസോ എന്ന് പറയണം. കാരണം ഇത് മെസ്കുലിനാണ്. അപ്പം നൗൺ ഏതാണെന്നനുസരിച്ച് നമ്മൾ ഊന ഊൻ അത് മാറ്റിക്കൊണ്ടാണ്. സിയുദാദ്, അവിടെ ഊന സിയുദാദ്. സിയുദാദ് ഒരു ഫെമിനീനാണ്. അത്ര മനസ്സിലായത്? മീനിങ് ഓഫ് സിയുദാദ്. സിയുദാദ് സിറ്റി, സോറി, സിറ്റി. ഞാനൊരു സിറ്റിയിലാണ് താമസിക്കുന്നത്. അതാണ് അവിടെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ബിബിയിൽ നിന്ന് ജോ ആയിട്ട് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു സെൻറ്റൻസ് ആണ് നിങ്ങൾ പഠിപ്പിച്ചത്. ഇനി ജോ മാറി അവിടെ യു വരാൻ പാടില്ലേ? അപ്പോൾ ഈ ബിബിയർ എങ്ങനെ മാറും? തു എന്ന് പറഞ്ഞാൽ യു ഇൻഫോർമലാണ്. ഈ തുവിന് യുയുടെ മുകളിൽ ഒരു ആക്സന്റ് മാർക്ക് ഉണ്ട്. അപ്പൊ തു എന്ന് പറഞ്ഞാൽ എഴുതുമ്പോഴത്തേക്ക് തു ബി ബേസ് മാറി. കണ്ടോ? ബിബിയറിൽ നിന്നുള്ളത് ബി ബേസ് ആയി. യു ലീവ് ഇൻഫോർമലി ചോദിക്കുന്നതാണ്. നമുക്ക് ചോദിക്കാം ദോന്തേ ബി ബേസ്. കോമൺ നമ്മൾ ചോദിക്കണം ദോന്തേ ബി ബേസ്. ദോന്തേ ബി ബേസ് ചോദിച്ചാൽ ബി ബേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സെൽഫ് യുവിനെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അവിടെ ഒരു ഐ ഇല്ല. വേർ, ദോന്തേ, വേർ ഡു യു ലിവ് എന്നാണ്. അത്രയും ഇംഗ്ലീഷിൽ പറയണ ഒന്നും പറയാനില്ല. ഒറ്റ ബി ബേസിന് അത്രയും നമുക്ക് അർത്ഥമുണ്ട്. ഡു യു ലിവ്, വേർ, ദോന്തേ ബി ബേസ്. നമുക്ക് ചോദിക്കാം ദോന്തേ ബി ബേസ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അവരോട് ഫോർമൽ യു ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മേക്ക് സെൻസ്? ബി ബേസ്, ദോന്തേ ബി ബേസ് മാത്രം മതി. ദോന്തേ തു ബി ബേസ് എന്ന് വേണ്ട. അല്ലെങ്കിൽ അവിടെ ഈ തു ബി ബേസ് മാത്രമേ സ്റ്റാൻഡ് ചെയ്യത്തുള്ളൂ. ഇവിടെ ബീബോ ജോ സ്റ്റാൻഡ് ചെയ്തു. അപ്പം ജോ വേണ്ട, തു അവിടെ ഉണ്ടെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ആണ്. ഈ ബി ബേസ് വരുമ്പോഴത്തേക്ക് അപ്പം ദോന്തേ ബി ബേസ്.
അപ്പൊ വേണം പറയാം, ഇത് തന്നെ പറയാം, ബീബോ ഞാനല്ല അങ്ങോട്ട് ആൻസർ പറഞ്ഞു. അപ്പൊ ഞാൻ ഐ സബ്ജക്റ്റ് ആയിട്ട് വരും. ബീബോ എന്നൂന കാസ ബീബോ വേണോ? അത്രേ ഉള്ളൂ. ഇനി നമ്മളത് ഇത് സിംഗുലർ ആണ്. സിംഗുലർ അതുപോലെ എൽ എയ ഉസ്തേഡ് 3 സബ്ജക്ട് പ്രോണാണ് അവിടെ വന്നു. എൽ ഹി, എയ ഷി, ഉസ്തേഡ് യു ഫോർമൽ. ഇവിടെ നമ്മൾ തൂ അല്ലേ പറഞ്ഞത്, ആ തൂവിൻ്റെ തന്നെ ഫോർമലാണ് ഉസ്തേഡ്. പക്ഷേ ഇവർ 3 പേരും ഒരു ഗ്രൂപ്പാണ്. ഇവിടെ ഒരു ഇറ്റും കൂടെ ഉണ്ട് കേട്ടോ, എപ്പോഴും മനസ്സിലാണ്, ഇറ്റൊന്നും കൂടെ ഉണ്ട്. ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പാണ്. ഇവർക്ക് എല്ലാവർക്കും വരുന്ന ഈ ബിബീറിൽ നിന്ന് വരുന്ന മാറ്റം സെയിം ആണ്, ബീബെ. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ദോന്തെ എയ ബീബെ വേ ഷീ ഈസ് ലീവ്. സബ്ജക്ട് പ്രോനൗൺ ആരാ? എയ ഷീ ആണ്. അല്ലെങ്കിൽ എൽ, ദോന്തെ എൽ ബീബെ. അവിടെ ഞാൻ സബ്ജക്ട് പ്രോനൗൺ യൂസ് ചെയ്തതിൻ്റെ കാരണം ഷെയറിങ് അവിടെ വരുന്നുണ്ട്. നമ്മൾ ആദ്യം പഠിച്ച ജോയ് ഷെയറിങ് ഇല്ല, തൂവിൽ ഷെയറിങ് ഇല്ല. അതുകൊണ്ട് ബീബേസ് വെച്ചാൽ അത് യു തന്നെയാണ്. അപ്പം നമ്മളോട് എൽ എയ. ഇനി ഐ ആം ആസ്കിങ് ഫോർമൽ യു, ദോന്തെ ഉസ്തേഡ് ബീബെ. റെസ്പെക്റ്റ് വന്നു. ബീബേസ് വന്ന് ദോന്തെ ഉസ്തേഡ് ബീബേസ് റോങ്, ഒരിക്കലും ചോദിക്കരുത്. ബീബേസ് എപ്പോഴും തൂവിൻ്റെ കൂടെ മാത്രമേ സ്റ്റാൻഡ് ചെയ്യുള്ളൂ, ഇൻഫോർമലാണ്. അപ്പോൾ ഇവിടെ 3 വന്ന് എൽ എയ ഉസ്തേഡ് ബീബെ. ഷീ ലീവ്സ്, ഹി ലീവ്സ്, യു ഫോർമൽ ലിവ്. ഇനി ഇതെല്ലാം സിംഗുലറാണ് ഇത് യൂസ് ചെയ്തല്ല. ജോ സിംഗുലർ, തു, എയ, എൽ, ഉസ്തേഡ് ഫോർമൽ സിംഗുലർ. അപ്പോൾ അതിൻ്റെ മാറ്റം മനസ്സിലായല്ലോ. ബിബീർ എന്നുള്ള മാറ്റമാണ്. ബീബോ, ബീബേസ്, ബീബെ. മനസ്സിലായോ? ഓക്കെ. എനി ക്വസ്റ്റ്യൻ? ഓക്കെ. അടുത്തത് നമുക്ക് പ്ലൂറൽ സബ്ജക്ട് പ്രോണൗണിലേക്ക് പോവാം. വി, നോസോത്രോസ്, നോസോത്രാസ് 2 ഇട്ടിട്ടുണ്ട്. നോസോത്രോസ് എന്ന് പറഞ്ഞാൽ വി ഓൾ മെയിൽ. നോസോത്രാസ് വി ഓൾ ഫീമെയിൽ. അങ്ങനെ വരാൻ പാടില്ല. ഇനി ഫീമെയിലും മെയിലും മിക്സഡ് വരാൻ പാടില്ല. അപ്പോൾ എന്ത് യൂസ് ചെയ്യും? നോസോത്രോസ് യൂസ് ചെയ്യും, നോസോത്രാസ് യൂസ് ചെയ്യും, വേറെ ഒന്നുമില്ല. നോസോത്രോസ്, യെസ്. മിക്സഡ് ആണെങ്കിൽ നോസോത്രോസ്, ഫീമെയിൽ മാത്രമാണെങ്കിൽ നോസോത്രാസ്, മെയിൽ മാത്രമാണ് നോസോത്രോസ്. വി ലിവ് ഇൻ എ ഹൗസ് എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഓർ നോസോത്രാസ്. Nosotros for female. Nosotras for female, nosotros for male, male and female mix up nosotros. Got it? Yeah. Okay. അപ്പോൾ vivimos വരും അവിടെ. Vivimos en una casa. We are living in just vivimos. അവിടെ nosotros കട്ട് ചെയ്ത് കളയാം. Understand ചെയ്യാം vivimos എന്ന് പറയുമ്പോൾ. Or you can say nosotros vivimos en una casa. Vivimos en una casa. മനസ്സിലായി? vivimos ഇവിടെ ആഡ് ചെയ്താൽ വി ആയി, പ്ലൂറലായി. ഇനി ഇവിടെ വേറൊരു വോസോത്രോസ്, അതത്ര പഠിക്കേണ്ട കാര്യമില്ല, കാരണം അത് സ്പെയിനിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ്. വോസോത്രോസ് എന്ന് പറഞ്ഞാൽ യു ഓൾ. യു ഓൾ അവിടെ അവർ ബീസ് എന്ന് പറയും. ഈ യു ഓളാണ്. അതിനകത്ത് സ്ട്രെങ്ത് കൊടുക്കുന്നില്ല, കാരണം അത് അത്ര ഇവിടെ യൂസ് ചെയ്യാറില്ല. ഇനി അടുത്ത നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ദേ. ദേ ലിവിങ്, ദേ ലിവ് വരില്ലേ? ഏജോസ് ഓൾ മെയിൽ ആണെങ്കിൽ എയസ് ഓൾ ഫീമെയിൽ. ഇതൊരു ഫാമിലി. ഉസ്തേദസ്, യു ഓൾ ആർ ഒരു ഫോർമുല. യു ഓൾ. ഉസ്തേഡ് സിംഗുലർ ഫോർമുല യു. ഇവിടെ പറഞ്ഞില്ല നമ്മൾ സിംഗുലർ ഫോം. അതൊരു പ്ലൂറലാക്കുമ്പം യു ഓൾ ആർ. അത് ദയുടെ കൂടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. ബീബൻ. അപ്പോൾ ബീബൻ എൻ ഉന കാസ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഓട്ടോമാറ്റിക് അവിടെ എയോസോ എയാസോ കൊടുത്തില്ലെങ്കിൽ തന്നെയും ദേ ആണ്. ദേ ലീവ് ഇൻ എ ഹൗസ്. ദേ ലീവ് ഇൻ വേറെ ദേ. അപ്പോൾ ഇതാണ് ബിബീർ. ബിബീർ ഒറ്റയ്ക്ക് നിൽക്കുമ്പം അതൊരു ഇൻഫിനിറ്റീവ് ആണ്, ഒരു ബേസ് വെർബാണ്. അതിന് പ്രത്യേകിച്ചൊരു അർത്ഥം ഇല്ല, ടു ലീവ് എന്നേ ഉള്ളൂ. അതിൻ്റെ ഒട്ടർത്ഥം ടു ലീവ്. പക്ഷെ ഇവൻ്റെ മാറ്റമാണ് എങ്ങനെ സെൻറ്റൻസ് മേക്ക് ചെയ്യാന്നുള്ളത് പ്രസൻറ്റ് ടെൻസിൽ.
പാസ്റ്റ് ടെൻസ് ആകുമ്പോഴത്തേക്ക് ഈ ബി വർക്ക് മാറിപ്പോകും കേട്ടോ, അതെല്ലാം വേറെ വർഷം വരും. അപ്പോൾ ഓർക്കേണ്ടത് ഈ IR എൻഡ് ചെയ്യുമ്പം വരുന്നത് ഈ ജോയോട് കൂടുമ്പം ഓ വരും, പിന്നെ ബി ബേസ് ഈ IR മാറ്റിയിട്ട് ബി ബോന്ന് വരും, പിന്നെ ES വരും തൂ ആകുമ്പോൾ, മനസ്സിലായ? ഇത് ജോ ഓ വരും ES, പിന്നെ എ ബീബെ. എല്ലാ IR-ലും ER-ലും എൻഡ് ചെയ്യുന്ന വെർബിന് ഈ ഒരു പാറ്റേൺ ആയിരിക്കും. കൊമേർ ആകുമ്പോൾ കൊമ വരും IET, പിന്നെ കൊമേസ് ഡിഡ് യു ഈറ്റ്, ഇത് മാറ്റിയിട്ട് ഈ R മാറ്റിയിട്ട് S കൊടുക്കും കൊമേസ്. അതുപോലെ ഹി ഈറ്റ് എന്നുള്ളത് കൊമേ, സിയോമി കൊമേ. അപ്പൊ ഈ ER-IR എൻഡ് ചെയ്യുന്നവരുടെ പാറ്റേൺ ഒന്നാണ്, പക്ഷെ ഈ AR എൻഡ് ചെയ്യുന്നതിന്റെ പാറ്റേൺ ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഐ സ്പീക്ക് എന്ന് പറയുകയാണെങ്കിൽ ഐ സ്പീക്ക് ശരിയാണ്, ഓ കറക്റ്റ് ആയിട്ട് വരും, ആബ്ലോ എന്ന് വരും. പക്ഷെ ഇവിടെ AS അല്ല വന്നത്, അബ്ലാസ്. അവിടെ ആസ് വരും, ഇവിടെ അത് ആസ് ആയിട്ട് വരും. ഇവിടെ അബ്ല ആ വരും, ഇവിടെ എ അല്ല വന്നത്. അത് ER-IR-നും സെയിം ആണ്. ഇവർക്കത് ഓ ഇവിടെ കറക്റ്റ് സെയിം ആണ്. ആബ്ലോ ആബ്ലാസ് ആബ്ല. ആബ്ലാസ് എസ്പെനിയോൾ എന്ന് ഞാൻ ചോദിച്ചാണ് ഡു യു സ്പീക്ക് സ്പാനിഷ് എന്നാണ്, പ്രസന്റ് ആണ്. ആബ്ലാസ് എസ്പെനിയോൾ. പിന്നെ അവിടെ ഞാൻ തൂ ആബ്ലാസ് എന്ന് പറയേണ്ട കാര്യമില്ല, തൂ അവിടെ അണ്ടർസ്റ്റാൻഡ്. ആബ്ലാസ് എസ്പെനിയോൾ. ഇനി എനിക്ക് റെസ്പെക്ട് തന്നാൽ നിന്നോട് ചോദിക്കണമെങ്കിൽ എന്താണ് ഞാൻ പറയേണ്ടത്? അവിടെ ആബ്ല എസ്പെനിയോൾ, ആബ്ല 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 LA ഉസ്തേഡ് ആബ്ല. അങ്ങനെ അപ്പൊ ഇപ്പൊ പറഞ്ഞാലൊരു ഇതെന്താണെന്ന് വെച്ചാൽ ER-IR-ന്റെ സെയിം പാറ്റേൺ, AR-ന്റെ ഡിഫറെന്റ് പാറ്റേൺ ആണ്. ഇതെല്ലാം റെഗുലർ വെർബിന്റെ പാറ്റേൺ. ഇറഗുലർ വെർബ് വേറെ ഏതാ, അത് മെമ്മറൈസ് ചെയ്തേ പറ്റുള്ളൂ. അതിന് പ്രത്യേകിച്ച് ഇങ്ങനെ പാറ്റേൺ പറഞ്ഞു തരാൻ പറ്റില്ല. അങ്ങനെ കുറെ വെർബുണ്ട് ഇറഗുലർ വെർബ്, അതായത് ഈ പാറ്റേണിൽ പോകത്തില്ല. ഒരു ജസ്റ്റ് ഒരു ജനറൽ ഒരു അറിവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ജസ്റ്റ് ബി ടു ലീവ് IR-ൽ എൻഡ് ചെയ്യുന്ന ഒരു റെഗുലർ വെർബാണ്. പ്രസന്റ് ടെൻസിൽ ജോ ആയുടെ കൂടെ തു ഉസ്തേഡ് ഏയോസ് നോസോത്രോസ് ഈ സബ്ജക്റ്റ് പ്രൊണൗൺ മാറി വരുമ്പോൾ ബിബീർ എങ്ങനെ മാറുന്നു എന്നാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചത്. ഓക്കെ ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണേ. ഹാവ് എ നൈസ് ഡേ. ഹasta luego. See you. Take care. Bye.